ആയിക്കോട്ടെ. അപ്പം അതുപോലെ ദോശ ഇടാൻ പോട്ടാ. സത്യമായി കാക്കിയിട്ടേക്കെന്ന് പറഞ്ഞാൽ പഴയ ആക്കിയിട്ടാ, കീറിയാക്കിയ വീട്ടിയിട്ടേക്ക് കേട്ടാ. സത്യം ഇന്ന് നല്ലൊരു പണി കിട്ടിയിട്ടാ. ഞാൻ പറയാം. കല്ല് ചൂടായി, മാവ് വയ്ക്കട്ടെ കൂട്ടുകാരെ. തിരിച്ചിട്ട് കൊടുക്കാം. ഇന്ന് ഞാൻ ഓടി വരുമ്പോൾ ഒരു ചേച്ചി കൈ കാണിച്ചേട്ടാ. ഒരു 45-48 വയസ്സ് കാണും കേട്ടാ. ഞാൻ അവർക്ക് നേരെ അഞ്ചാലുമൂട് പോകണമെന്ന് പറഞ്ഞു. അപ്പം നേരെ പോയപ്പോഴത്തേക്ക് അവർ ചോദിച്ചു ഒന്ന് കിടന്നോട്ട് ചോദിച്ചു വണ്ടിക്കകത്ത്. നമ്മൾ കിടന്നോളാം, വയ്യാത്തോണ്ടായിക്കും ഞാൻ ചേട്ടാ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവരെൻ്റെ തട്ടി. പെട്ടെന്ന് എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് വയ്യാത്തൊരാളല്ലേ, തണുത്ത വെള്ളം തന്നെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ ഈ പൈസ ഇല്ല. അങ്ങനെ പെട്ടെന്ന് അപ്പം ഞാൻ വണ്ടിക്ക് സ്പീഡാക്കി കേട്ടാ. പെട്ടെന്ന് വണ്ടി സൈഡാക്കി വെള്ളം മേടിച്ചു കൊടുത്തിട്ടാ. അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് പോയിക്കോ, കുടിക്കുമോ നീ? ഞാൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞു ചേട്ടാ. അത് പെട്ടെന്ന് ഞാൻ എനിക്ക് ഒരെണ്ണം അടിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഞെട്ടിയേട്ടാ. എനിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി. എന്നാൽ പെട്ടെന്ന് ഒരു ഗ്ലാസ് എടുത്ത്, ബാഗിൽ തന്നെ ഗ്ലാസ് ഉണ്ടായിരുന്നു, ഗ്ലാസ് എടുത്ത് രണ്ടെണ്ണം പടപടാന്ന് പെട്ടെന്ന് വിട്ട്. അപ്പോൾ ഇതിന് പേടിയായി, പോലീസുകാരാണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വണ്ടി അകത്താവും. അങ്ങനെ എങ്ങനെയും അവരെ അഞ്ചാലുമൂട് ജംഗ്ഷനിൽ കൊണ്ട് എത്തിച്ച്. ഇടയ്ക്ക് വെച്ച് ഇവരാരെയൊക്കെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. പറയേണ്ട സത്യം, ഞാൻ 200 രൂപ ഓട്ടോ ചോദിച്ചു കേട്ടാ. അപ്പം ഈ ചീത്ത വിളിച്ച ആൾ വന്നു കേട്ടാ. കണ്ടപ്പോൾ ഒരു നല്ലൊരു വയസ്സായ ഒരാൾ. ഇവർക്ക് 48-50 വയസ്സിനകത്തേ ഉള്ളൂ. അങ്ങനെ അയാൾ വന്ന് എൻ്റെ പറയാ, കൊല്ലത്ത് അഞ്ചാലുമൂട് വരെ 100 രൂപ ഓട്ടോ ഉള്ളു. ഞാൻ പറഞ്ഞു അത് മതി, 100 താ. അതും മേടിച്ചുകൊണ്ട് എങ്ങനെയും രക്ഷപ്പെട്ടു കേട്ടാ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാ. പോഷൻ കിട്ടുകൊണ്ടേ ഇരിക്കും കേട്ടാ. ഇടാൻ പറ്റിയ പാട് കേട്ടാ. പൊന്നോരിഞ്ഞ് വാ ചക്കരേ. വിഷന്നിരിക്കുക കേട്ടോ. ചൂട് കൂടിപ്പോയെന്ന് തോന്നട്ടാ. പുക ഒരുപാട് വരും. കയ്യൊന്നും ചെറുതായിട്ട് പൊള്ളി കേട്ടാ. ചൂട് കൂടുതലാണ് കേട്ടാ. അങ്ങനെ കൈ എക്സ്ട്രാനകത്ത് എണ്ണ തേച്ചപ്പോഴേ അത് പെട്ട്. ഓക്കെ. മൊത്തം കഴിക്കും മോനെ. മോനിഞ്ഞ് വാ കഴിക്ക്. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ജീവിതത്തിലെ ചില പാഠം കേട്ടത്. ഞാനിങ്ങനെ കുറച്ച് ദിവസം കിടക്കേണ്ടി വരുമ്പോൾ ദൈവം നിശ്ചയമായിരിക്കുമല്ലേ. ഞാൻ ഡോക്ടർ മാത്രമായിട്ട്. ഓക്കെ ടാറ്റ.